എപ്പോഴും ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതേ അമ്മ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് കാണാനല്ലേ. അതിന്റെ ഇടയിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് അമ്മയുടെ നെഞ്ചു കുത്തിയ പകരം ചോദിക്കില്ലേ ഞാൻ? എന്റെ അച്ഛനെ കുറിച്ച് അവരല്ലേ അമ്മയോട് ചോദിക്കുന്നുള്ളൂ. അത് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ, ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ. എനിക്ക് എന്റെ അമ്മ മാത്രം മതി. അതിലെനിക്ക് സന്തോഷമാ. ഞാനങ്ങനെ വെറുതെ ആരുടെയും മെക്കെട്ട് കയറാറൊന്നുമില്ലല്ലോ. പക്ഷെ എന്റെ അമ്മയെ എന്തേലും പറഞ്ഞ ഞാൻ വിട്ടുകൊടുക്കില്ല. അമ്മ വന്നേ, നമുക്കകത്ത് ചെന്നിരുന്ന് പറയാം കൊച്ചു വർത്താനൊക്കെ. വാ തങ്കം, നടക്ക്. വെൽക്കം ടു ബ്യൂട്ടി കോണ്ടസ്റ്റ് 2025. ഒരു കാര്യം നീ ഉറപ്പിച്ചോ, ഇതുവരെ വന്ന് കയറിയതില് ഒരെണ്ണം പോലും നിന്നെ തോൽപ്പിക്കാനായിട്ടില്ല. അമ്മയുടെ മോള് സുന്ദരിയല്ലേ, നിനക്കാരാടി ഒരു എതിരാളി ഉള്ളത്? എക്സ്ക്യൂസ് മീ. മാഡം മാഡം ഒരു സെൽഫി. നിന്നൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത് എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. വാ മോളെ. എന്റെ ദൈവമേ, ഞാൻ എന്തായി കാണുന്നേ? കണിക്കൊന്ന പൂത്ത പോലെ. അമ്മ ഏയ്, അത്രക്കൊന്നുമില്ല. കുറച്ച് നേരമുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ കാശിന്റെ കുറെ ഹുങ്കു. ഇനി അമ്മ പറയൂ, ഇതുവരെ വന്നതില് ആരും എന്നെ മറികടക്കില്ലാന്ന്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ ഇപ്പോ ഞാനൊരു സത്യം പറയാടി മോളെ. ഇവളെ കണ്ടപ്പോ എന്റെ ഉള്ളൊന്ന് പേടിച്ചു. പക്ഷെ ഇവൾ ആരായാലും എനിക്കിവളെ മറികടന്നേ പറ്റൂ. ഇന്നത്തെ ഈ മത്സരത്തിന്റെ വിജയായി എനിക്ക് നവീന്റെ മുന്നിൽ ചെന്ന് നിൽക്കണം. മോളെ, വിമൻസ് ക്ലബിലെ മെമ്പേഴ്സ് മുഴുവൻ എത്തിയിട്ടുണ്ട്. എല്ലാവരും മോളെ കാണാനാ വന്നിരിക്കുന്നത്. എത്രയോ വർഷങ്ങളായി മാഡത്തിനെ വുമൻസ് ക്ലബ്ബുകാരെ ആദരിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോ ഗാഥാ മാഡത്തിനെയും അവർ ആദരിക്കാം. ആദ്യം ഞാൻ ഈ കോമ്പറ്റീഷൻ ഒന്ന് ജയിക്കട്ടെ, അത് കഴിഞ്ഞു മതി പ്ലാനിംഗ് ഒക്കെ. യു ആർ റൈറ്റ് മോളെ. അതെ, വി ആർ ഗെറ്റിംഗ് ലേറ്റ്. നമുക്ക് ആ രജിസ്ട്രേഷൻ പ്രോസസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. വാ. ഇനി നീ ജയിക്കുന്ന എനിക്കൊന്ന് കാണണം.